സോ എഗെയിൻ വെൽക്കം ബാക്ക്. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണെന്നൊക്കെ പറഞ്ഞ് പഠിച്ചെന്തായിരുന്നു, മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ. സോ ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണിത്, നമുക്ക് പഠിക്കാം. ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ഫസ്റ്റ് പഠിച്ചത് എന്താണ് ആദ്യം പോയി ചോദിക്കാനുള്ള കാര്യങ്ങളെന്ന്, അതായത് സോഷ്യോ ഡെമോഗ്രഫിക് ഡേറ്റ, പിന്നെ പ്രസൻറ്റിങ് കംപ്ലെയിൻസ്, ദെൻ പ്രസൻറ്റ് ഹിസ്റ്ററി എന്താണെന്ന് പറഞ്ഞു. ആൻഡ് വി ഡിസ്കസ്ഡ് അതിനകത്ത് ഡ്യൂറേഷൻ ഉണ്ട്, ദെൻ മോഡ് ഓഫ് ഓൺസെറ്റ് എന്താണ്, കോഴ്സ് എന്താണ്, പെർസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ് എന്താണ് ഡിസ്കസ് ചെയ്തു. ആൻഡ് ദെൻ ലേറ്റർ നമ്മൾ ഫാമിലി നമ്മളുടെ പാസ്റ്റ് ഹിസ്റ്ററി ആയിരുന്നു, എത്ര എപ്പിസോഡ്സ് ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ. ആൻഡ് ദെൻ നമ്മൾ പഠിച്ച് നിർത്തിയത് ഫാമിലി ഹിസ്റ്ററിയിലാണ്. ഓക്കെ ഫൈൻ. ആൻഡ് അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നതാണ് പേഴ്സണൽ ഹിസ്റ്ററി. പേഴ്സണൽ ഹിസ്റ്ററിയിൽ ആദ്യത്തെയാണ് നമുക്കിങ്ങനെ ആലോചിക്കാം, ഓർത്തെടുക്കാനായിട്ട്. ആദ്യം പേഴ്സണൽ ഹിസ്റ്ററി എന്ന് പറയുമ്പോഴത്തേക്കും ഒരാൾ ജീവിതം തുടങ്ങുന്ന എങ്ങനെയാണ്, കുഞ്ഞായിരിക്കുമ്പോഴല്ലേ, അമ്മയുടെ വയറ്റിലുണ്ടാകുമ്പോൾ. പെരിനേറ്റൽ ഹിസ്റ്ററി ആദ്യം നോക്കാം. അതായത് നമ്മുടെ അമ്മ നമ്മളെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടോ, അമ്മ എന്തെങ്കിലും സബ്സ്റ്റൻസ് അബ്യൂസ് നേരിട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അമ്മയുടെ വയറ്റിൽ ഭയങ്കരമായിട്ടുള്ളൊരു അടി കിട്ടിയിട്ടുണ്ടോ, അമ്മ എങ്ങനെയെങ്കിലും വീണിട്ടുണ്ടോ എന്ന് നോക്കും നമ്മൾ. കാരണം കുഞ്ഞിൻ്റെ ബ്രെയിനിനെയോ ബോഡീനെയോ അല്ലെങ്കിൽ കുഞ്ഞിന് പെട്ടെന്ന് ക്ഷതമേറ്റിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ നോക്കാനാണ്. ഇതിന് പുറമെ കുഞ്ഞ് എങ്ങനെയാണ് പുറത്തോട്ട് വന്നതെന്ന് നമ്മൾ നോക്കും. ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ചു കൊണ്ടാണോ പുറത്തോട്ട് എടുത്തത്, ആൻഡ് പ്രീ ടേം ബേബി ആയിരുന്നോ, ആൻഡ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യം, കുഞ്ഞ് ശരിക്കും പാരൻസിന് വേണമെന്നുണ്ടായിട്ട് വന്നതാണോ, അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആക്സിഡൻ്റലി അവർ പ്രതീക്ഷിക്കാതെ ഒരു കുഞ്ഞിന് പ്രിപ്പയർ ആവാത്ത സമയത്ത് കുഞ്ഞുണ്ടായതാണോ എന്നെല്ലാം നമ്മൾ ചോദിച്ചറിയാറുണ്ട്. ഏത് സമയത്ത്? പെരിനേറ്റൽ ഹിസ്റ്ററിയിൽ. അടുത്തയാണ് നമ്മുടെ ചൈൽഡ്ഹുഡ് ഹിസ്റ്ററി. ചൈൽഡ്ഹുഡ് ഹിസ്റ്ററിയിൽ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ചൈൽഡ് അബ്യൂസ് നേരിട്ടിട്ടുണ്ടോ, ചൈൽഡ് നെഗ്ലക്റ്റ് നേരിട്ടിട്ടുണ്ടോ, ആൻഡ് ടെമ്പർ ടാങ്കർ ആയിരുന്നോ, ബിഹേവിയറൽ ചേഞ്ച് ഉണ്ടായിരുന്നോ, ഭയങ്കര എപ്പോഴും ദേഷ്യപ്പെട്ട് എല്ലാം നശിപ്പിക്കണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു നോക്കുക. പിന്നെ നമുക്കൊരു ടേമായിട്ട് നോക്കാം, ഇങ്ങനെ റാൻഡമായിട്ട് പറയുന്നതിനെക്കാട്ട്. ദെൻ പേഷ്യൻ്റ് ആ ഒരു കുഞ്ഞായിരിക്കുന്ന സമയത്ത് ആ ഒരു അമ്മയുടെ കുഞ്ഞ് തന്നെയാണോ, അത് കുഞ്ഞിനെ വേറെ എവിടെ നിന്നെങ്കിലും കൊണ്ടുവന്നതാണോ എന്നെല്ലാം നമ്മൾ നോക്കും. കൃത്യമായിട്ടുള്ള ബ്രസ്റ്റ് ഫീഡിങ് നടന്നിട്ടുണ്ടോ, വീനിങ് എന്ന പ്രോസസ്സ് നടന്നിട്ടുണ്ടോ നോക്കും. പിന്നെ കുഞ്ഞിൻ്റെ എല്ലാ ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോണും കൃത്യമായിട്ട് കുഞ്ഞ് പാസ് ചെയ്ത് വന്നിട്ടുണ്ടോ, കൃത്യമായിട്ട് നടക്കേണ്ട സമയത്ത് നടക്കാനും, ഇരിക്കേണ്ട സമയത്ത് ഇരിക്കാനും, സംസാരിക്കേണ്ട സമയത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ നമ്മൾ അന്വേഷിച്ചറിയാം. ദെൻ എന്തെങ്കിലും തരത്തിലുള്ള ട്രോമാസ് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ കുഞ്ഞിന് വിക്കൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ. ദെൻ ഹെഡ് ബാങ്കിങ്, അതെന്താണ്, ഒരേ സ്ഥലത്ത് തന്നെ നെറ്റി കൊണ്ടിട്ട് ഇടിക്കുന്ന സ്വഭാവം. മീൻസ് ഒരു സ്ഥലത്ത് നല്ല ഇങ്ങനെ തല എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടിക്കുകയോ ചെയ്യുന്ന കുട്ടികൾ. അത് ബോഡി റോക്കിങ്ങിന്, ബോഡിയൊക്കെ ഭയങ്കരമായിട്ട് ഷിവർ ചെയ്യുന്നത്. ദെൻ എപ്പോഴും ഇങ്ങനെ നഖം കടിച്ചുകൊണ്ടിരിക്കുന്ന നെയിൽ ബൈറ്റിങ് സ്വഭാവം. ചില ആളുകൾ പ്രായമായാൽ പോലും നഖം കടിക്കും. ശരിക്കും അതെന്താണ്, കുഞ്ഞിലേ ഉള്ള ഒരു ഡിഫക്റ്റ്, അത് പ്രായമായിട്ടും അവരുടെ ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോണ് പാസ് ചെയ്ത് വന്നിട്ടും അതൊന്നും മാറിയിട്ടില്ല. അപ്പോൾ അതൊരു പ്രശ്നമാണ്. ദെൻ പൈക്ക, മോർബിഡ് ഫിയേഴ്സ്, നൈറ്റ് ട്രെമേഴ്സ്, സോംനാംബുലിസം, ഇതെല്ലാം ചൈൽഡ്ഹുഡ് ഹിസ്റ്ററിയിൽ നമ്മൾ നോക്കണം. പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള CNS ഇൻഫെക്ഷൻസ് ഉണ്ടായിട്ടുണ്ടോ, കുഞ്ഞിന് അപസ്മാരം വന്നിട്ടുണ്ടോ, എപ്പിലെപ്സിക്സ് വന്നിട്ടുണ്ടോ, സീഷേഴ്സ്, എന്തെങ്കിലും തരത്തിലുള്ള ന്യൂറോട്ടിക് ഡിസോർഡേഴ്സ് ഉള്ളതാണോ, ആൻഡ് മാൽ ന്യൂട്രീഷൻ, കുഞ്ഞിന് മരാസ്മസോ കൂഷിയോ ഒക്കെ അങ്ങനെ ഫുഡ് കഴിക്കാതെ ന്യൂട്രീഷൻ ആവശ്യത്തിന് കിട്ടാതെ പോയിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ടോ, ഇതെല്ലാം നമ്മൾ ചൈൽഡ്ഹുഡ് ഹിസ്റ്ററിയിലാണ് നോക്കുന്നത്. അതായത് ഫ്രം ദ ടൈം നമ്മൾ കുഞ്ഞിനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്ത് വീനിങ് നടത്തി, പിന്നെ അതൊക്കെ കൃത്യമാണോ, ഡെവലപ്മെൻറ്റ് മൈൽ സ്റ്റോൺ എല്ലാം നീ പാസ് ചെയ്തിട്ടാണോ വന്നത്, ആൻഡ് എന്തെങ്കിലും ചൈൽഡ് നെഗ്ലക്റ്റ്, ചൈൽഡ് അബ്യൂസ് നേരിട്ടിട്ടുണ്ടോ കുഞ്ഞിന്, പിന്നെ എവിടെയെങ്കിലും നെറ്റി കൊണ്ടിട്ടിടിക്കുന്ന സ്വഭാവം, അല്ലെങ്കിൽ ഇങ്ങനെ ബോഡി റോക്കിങ്, ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ഉണ്ടായിരുന്നോ എന്ന് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം.
അടുത്തയാണ് എഡ്യൂക്കേഷണൽ ഹിസ്റ്ററി. അതായത് ഇപ്പം ആ ഒരു പേഷ്യൻറ്റിൻ്റെ വിദ്യാഭ്യാസം എന്താണോ നോക്കുക. അതായത് എത്രമാത്രം അവർ നോളേജബിൾ ആണ്, കാര്യങ്ങൾ അറിയാം, പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള അച്ചീവ്മെൻറ്റ്സ് നേടിയിട്ടുണ്ടോ, ആൻഡ് ഇപ്പം സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ കോളേജിൽ നിന്ന് ബാക്ക് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ എന്താണ് കാരണം, ആൻഡ് ഓപ്പോസിറ്റ് സെക്സിനോട് റിലേഷൻഷിപ്പ് തോന്നിയിട്ടുണ്ടോ, ആൻഡ് സ്കൂളിൽ എന്താണ് ടോപ്പായിരുന്നോ, മിഡിലായിരുന്നോ, ലോ ആയിരുന്നോ, ഇത് ചോദിക്കുന്നത്. അപ്പം ടോപ്പായിരുന്നു, അപ്പം അവൻ ഒരു ലോ ആയിരുന്നെങ്കിൽ മേ ബി കുഞ്ഞിന് ഭയങ്കരമായിട്ട് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടായിരിക്കാം. പ്രത്യേകിച്ച് നമ്മൾ ആ ഒരു ടൈമെന്ന് വെച്ചാൽ ഇനിഷ്യേറ്റ് വേഴ്സസ് ഒരു ഒരു ഗിൽറ്റ്, ആ ഒരു പീരീഡാണ്. അല്ലെങ്കിൽ ഇൻഫീരിയോറിറ്റി നമുക്ക് തോന്നുന്നൊരു ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി, ആ ഒരു പീരീഡാണ്. ഇതൊക്കെ ഏതാണ് നമ്മുടെ പീഡിയാട്രിക്സിൽ വരുന്നതാണ്. എറിക്സൺസ് ക്ലാസിഫിക്കേഷൻ സൈക്കോസോഷ്യലിനകത്ത്. ദെൻ പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള സ്കൂൾ ഫോബിയാസ്, ഇപ്പം എന്തെങ്കിലും പേടി വന്നിട്ടുണ്ടോ, ക്ലോസ്ട്രോഫോബിയ, സോഷ്യൽ ഫോബിയ, അങ്ങനെ എന്തെങ്കിലും. മെയിൻലി സോഷ്യൽ ഫോബിയാസ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുക. അപ്പം ബേസിക്കലി എഡ്യൂക്കേഷണൽ ഹിസ്റ്ററി പറയുമ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ ഫോമൽ മീൻസ് ആ ഒരു വ്യക്തിയുടെ ഫോമലായിട്ടുള്ള എഡ്യൂക്കേഷൻ അന്വേഷിക്കുക, എന്തെങ്കിലും തരത്തിലുള്ള അച്ചീവ്മെൻറ്റ്സ് നേടിയിട്ടുണ്ടോ, പിന്നെ റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു ഫ്രണ്ട്സിനോട്, പിന്നെ ഓപ്പോസിറ്റ് സെക്സിനോടുള്ള റിലേഷൻഷിപ്പ് എന്തായിരുന്നു, ദെൻ സ്കൂളിൽ ഫസ്റ്റ് ആയിരുന്നു, സെക്കൻഡ് ടോപ്പായിരുന്നു, മിഡിലായിരുന്നു, ലോ ആയിരുന്നു നോക്കുക. ആൻഡ് എന്തെങ്കിലും തരത്തിലുള്ള സ്കൂൾ ഫോബിയാസ് ഉണ്ടായിട്ടുണ്ടോ, നോൺ അറ്റൻഡൻസ്. കാരണം ചിലപ്പം അറ്റൻഡൻസ് സ്കൂളിൽ പോവാത്ത പ്രവണത അന്നേ കാണിച്ചിട്ടുണ്ടാകും. മേ ബി അവൻ അപ്പോഴേ സ്കൂളിൽ ആരൊക്കെയോ അങ്ങനെ ചോദിച്ച് അറിയുമ്പോഴായിരിക്കും ആ ഒരു പെർട്ടിക്കുലർ കാര്യം. ഇപ്പം തന്നെ ഒരു കുഞ്ഞ് സ്കൂളിൽ പോകുന്നേ ഇല്ല, അവന് ഫിസിക്കലി ഒരു കുഴപ്പമില്ല, പക്ഷേ ചോദിച്ച് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് സ്കൂളിൽ നിന്ന് അവൻ ബുള്ളീഡ് ആവുന്നുണ്ട്, ബുള്ളിങ് സംഭവിക്കുന്നതുകൊണ്ടാണ് മേ ബി സ്കൂളിൽ വരാതിരിക്കുന്നത്. സോ അതൊക്കെ നമുക്ക് ചോദിച്ചറിയാൻ പറ്റും. ദെൻ ഇവന് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും നിക് നെയിംസ് ഉണ്ടായിരുന്നോ എന്ന്. ഇപ്പം പറയുന്നത് ചുള്ളി എന്നായിരിക്കും വിളിക്കുന്നത്. അപ്പം ചുള്ളി ഇൻ ദ സെൻസ് മെലിഞ്ഞ ഒരാൾ അങ്ങനെ കളിയാക്കുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഒരു അപകർഷതാബോധം വരും. അയ്യോ ഞാൻ മെലിഞ്ഞിട്ടല്ലേ, എന്നെ കാണാൻ കൊള്ളൂലേ എന്നുള്ളൊരു തോട്ട് വരും. അവിടെ പ്രശ്നമാണ്. സോ ബേസിക്കലി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, പേഴ്സണൽ ഹിസ്റ്ററിക്കകത്ത് ഒന്നാമത്തെയാണ് പെരിനേറ്റൽ ഹിസ്റ്ററി. പെരിനേറ്റൽ പറയുന്ന സമയത്ത് മസ്റ്റായിട്ട് എഴുതേണ്ട കാര്യങ്ങളാണ് അമ്മയുടെ കാര്യങ്ങൾ. അമ്മ എന്തെങ്കിലും മെഡിക്കേഷൻസ്, സബ്സ്റ്റൻസ് യൂസ്, ദെൻ ട്രോമ ഇൻ ദ അബ്ഡോമന്, ദെൻ എന്തെങ്കിലും ആൻസൈറ്റി ഇഷ്യൂസ്, ദെൻ ചെക്കിംഗ് ഫോർ ഇൻസ്ട്രുമെൻ്റൽ ലേബർ, ദെൻ പ്രീടേം ബേബി, പോസ്റ്റ് ടേം ബേബി എക്സെട്ര. ദെൻ രണ്ടാമെന്ന് പറയുന്നത് കുഞ്ഞ് പുറത്തോട്ട് വന്നു. അടുത്തതാണ് ചൈൽഡ്ഹുഡ് നെഗ്ലക്റ്റ്, ചൈൽഡ്ഹുഡ് അബ്യൂസ്, ദെൻ ബ്രസ്റ്റ് ഫീഡിങ്, വീനിങ്, ദെൻ എനി ട്രോമ ഡ്യൂറിങ് ചൈൽഡ്ഹുഡ്, ദെൻ പിന്നെ ആസ്ക് ഫോർ ഫുൾഫില്ലിങ് ഓൾ ദ മൈൽ സ്റ്റോൺസ്, ദെൻ ബോഡി റോക്കിങ്, ദെൻ ഹെഡ് തലോണ്ടിടിക്കുക, ഹെഡ് ബാൻഡിങ്, ദെൻ എനി CNS ഇൻഫെക്ഷൻസ്, ട്രോമാസ് എക്സെട്ര. എവിടെ എഴുതും നമ്മൾ? ചൈൽഡ്ഹുഡിനകത്ത്. പിന്നെ മൂന്നാമതായിട്ട് പറയുന്നതാണ് ചൈൽഡ്ഹുഡ് കഴിഞ്ഞു, കുഞ്ഞ് പഠിക്കാൻ പോകുന്നു, എഡ്യൂക്കേഷൻ നോക്കുക. വാട്ട് ഓൾ ആർ ദ അച്ചീവ്മെൻറ്റ്സ് മെയ്ഡ്, സ്കൂളിൽ ടോപ്പ് മിഡിൽ ലോ ആയിരുന്നു എന്ന് അന്വേഷിക്കുക. ആൻഡ് ദെൻ what was his behavior towards the society, and what was the behavior towards himself. എന്തെങ്കിലും സ്കൂൾ ഫോബിയാസ് ഉണ്ടായിട്ടുണ്ടോ, നോൺ അറ്റൻഡൻസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കുക. ഇതൊക്കെയാണ് എഡ്യൂക്കേഷണൽ ഹിസ്റ്ററിക്കകത്ത് വരുന്നത്. ദെൻ മൂവിങ് ടു ദ പ്ലേ ഹിസ്റ്ററി. കുഞ്ഞുങ്ങൾ ഇപ്പം സ്കൂളിൽ ആദ്യം അമ്മയുടെ വയറ്റിൽ കിടന്ന് പെരിനേറ്റൽ ഹിസ്റ്ററി, പുറത്തോട്ട് വന്നു ചൈൽഡ്ഹുഡ് ഹിസ്റ്ററി, അതിനുശേഷം കുഞ്ഞു വരുന്നു, പുറത്തോട്ട് വരുന്നു, സ്കൂളിൽ പോകുന്നു, കളിക്കുന്നു, പ്ലേ ഗെയിംസ്, എന്ത് തരത്തിലുള്ള ഗെയിംസാണ് അവൻ കളിച്ചിരുന്നത്, ബാക്കിയുള്ള കൂട്ടുകാരുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് എന്തായിരുന്നു എന്നൊക്കെ ചോദിക്കുക. അതൊക്കെ ചോദിക്കുന്നത് വഴി അപ്പം നമുക്ക് മനസ്സിലിപ്പം എപ്പോഴും നമ്മളൊരാളുടെ ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് അവന്
ഈ പറയുന്ന മെൻ്റലി എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് വരുന്നത് ഒരു ലൈഫിലുള്ള എന്തെങ്കിലും ഒരു ഇവൻറ്റ് കാണുമ്പോഴായിരിക്കും. മേ ബി അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ നഷ്ടപ്പെടുമ്പോഴായിരിക്കും. അല്ലെങ്കിൽ കുഞ്ഞുനാളിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുള്ളവരായിരിക്കും. മേ ബി കുഞ്ഞിൽ എന്തെങ്കിലും പ്രശ്നമാണെന്ന് വെച്ചാൽ എല്ലാവരും പറയും ഇല്ലാന്ന്. പക്ഷേ ചോദിച്ചു വരുമ്പോഴാണ് കൂട്ടുകാരുമായിട്ട് ചിലപ്പോൾ നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ പറ്റിയിട്ടില്ല, കൂട്ടുകാർ ചിലപ്പോൾ കളിയാക്കിയിട്ടുണ്ടാവും. ഇത് എല്ലാം നമുക്ക് നോട്ട് ചെയ്യേണ്ട കാര്യം. ഇനി അടുത്തത്, പിന്നെ കളിച്ചു കഴിഞ്ഞു, അവന് വിഷമം തോന്നിയെന്ന് ആലോചിക്കുക. ഇമോഷണൽ പ്രോബ്ലംസ്, അതായത് കുഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയിട്ടുണ്ടോ, ദെൻ സ്മോക്കിംഗ് ചെയ്തിട്ടുണ്ടോ, ഡ്രഗ് എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ നമ്മൾ നോക്കുക. അതായത് സ്മോക്കിങ്ങോ ഡ്രഗ് ഇൻടേക്കോ, ദെൻ റണ്ണിങ് അവേ ഫ്രം ഹോം, ഇതെല്ലാം ഇമോഷണൽ വരാം. ആദ്യത്തേത് പ്യൂബേർട്ടി സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് ഏത് ഏജിലാണ് വന്നത്. അതേപോലെ മെൻസ്ട്രുവേഷൻ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇപ്പം പ്രീ മെൻസ്ട്രുവൽ സിൻഡ്രംസ്, കുഞ്ഞിനെ ഭയങ്കര വേദന എടുക്കുന്ന പീരീഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഡിസ്മെനോറിയ, ദെൻ മെനോറാജിയ, ഇപ്പം ഭയങ്കര പെയിൻഫുൾ മെൻസ്ട്രുവേഷൻ ആണെങ്കിൽ ചിലപ്പോൾ എക്സസീവ് ആയിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടെങ്കിലോ, പിന്നെ ഒരുപാട് സിംറ്റംസ് ഈ ഒരു അസുഖത്തിൻ്റെ കൂടെ തന്നെ വരാം, ഹോർമോണൽ ചേഞ്ചസ് വരാം. അതെല്ലാം മേ ബി കുഞ്ഞിനെ അത് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാം. പിന്നെ ഏത് ഏജിലാണ് ആദ്യമായിട്ട് പീരീഡ്സ് ആയത്, ഏജ് ഓഫ് മെനാർക്ക് ഒക്കെ നോക്കുക. പിന്നെ എത്ര ദിവസമാണ് പീരീഡ്സിൻ്റെ ഫ്ലോ ഉണ്ടായിരുന്നത് നോക്കുക. സോ ബേസിക്കലി പ്യൂബേർട്ടിക്കകത്ത് നമ്മൾ പറയാനായിട്ട് പോകുന്നത് എന്താണ് കുഞ്ഞിൻ്റെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ്, ഏത് പ്രായത്തിലാണ് കുഞ്ഞ് ആദ്യമായിട്ട് പീരീഡ്സ്, മീൻസ് ഏജ് ഓഫ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ്, ഏജ് ഓഫ് മെനാർക്ക്, ദെൻ number of days of blood flow, then dysmenorrhea, menorrhagia, etc. ഓക്കെ. പിന്നെ അപ്പോൾ ഇത് കഴിഞ്ഞ് പിന്നെ ഒരു ഓഫ് കോഴ്സ് പ്യൂബേർട്ടി കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും അവർ പ്രഗ്നൻ്റാണ്. അപ്പം നമുക്ക് നോക്കാം ഒബ്സ്ട്രിക്കൽ ഹിസ്റ്ററി. ഇത് ശരിക്കും മെയിൽസിൻ്റെ കേസ് വരുമ്പോൾ ഇതൊന്നും എടുത്ത് എഴുതാനായിട്ട് പാടില്ല, ഏത് ഒബ്സ്ട്രിക്കൽ ഹിസ്റ്ററി ഒന്ന്. LMPA നോക്കുക, ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡ്സ് എപ്പോഴാണ് നമ്മൾ നോക്കണം, എത്ര കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിൽ എത്ര പേര് അബോർഷൻ ആയിട്ടുണ്ട്, പ്രീ ടേം ബേബീസ് വല്ലതും ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടോ എന്നെല്ലാം. അടുത്തയാണ് ഒക്യുപ്പേഷണൽ ഹിസ്റ്ററി, അതായത് പിന്നെ കുഞ്ഞിനെല്ലാം പ്രസവിച്ച് തിരിച്ചു വന്ന് അപ്പോഴത്തേക്കും ജോലിക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഒക്യുപ്പേഷനിൽ റീസെൻ്റായിട്ട് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ അല്ലാതെ പക്ഷം ജോലി സ്ഥലത്ത് പിയർ ഗ്രൂപ്പുമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതോ, അല്ലെങ്കിൽ അവർ നമ്മളെ കൊണ്ട് ഫോഴ്സ്ഫുള്ളി എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നതോ, ആ ഒരു സ്ട്രെസ്ഫുൾ എൻവയൺമെൻറ്റ് കോപ്പ് അപ്പ് ചെയ്യാൻ പറ്റാത്തതോ, അൺസാറ്റിസ്ഫൈഡ് ആവുന്നതോ എല്ലാം ഒക്യുപ്പേഷണൽ ഹിസ്റ്ററിയിൽ പറയാം. സോ നമുക്ക് നോക്കാം. ഏജ് ഓഫ് സ്റ്റാർട്ടിങ് വർക്ക് എന്തൊക്കെയാണ്, ജോബ് ഹെൽഡ് ഇൻ ദ ക്രൊണോളജിക്കൽ ഓർഡർ. ആദ്യം ചിലപ്പം ഒരു മരം വെട്ടുകാരനായി ചെയ്തു, പിന്നെ ഡ്രൈവറായി നിന്നു, പിന്നെ UPSC IAS വരെ ആയിട്ടുള്ളവരുണ്ട്. ആൻഡ് എന്തുകൊണ്ടാണ് ജോലി മാറിയത്, ജോബ് സാറ്റിസ്ഫൈഡ് ആണോ, ദെൻ എന്താണ് ആ ഒരു വ്യക്തിയുടെ അംബീഷൻ. ചിലവർക്ക് ഒരു IAS ആണോ എന്നായിരിക്കും, ചിലപ്പോൾ ഈ പറയുന്ന ഡോക്ടറായിട്ട് ഇരിക്കുമ്പോഴത്തേക്കും ഹി മൈറ്റ് നോട്ട് ബി സാറ്റിസ്ഫൈഡ്, അതൊരു കാരണമാണ്. ദെൻ എഡ്യൂക്കേഷൻ നോക്കുക ആൻഡ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഇതാണ് നോക്കേണ്ടത്. അടുത്തയാണ് സെക്ഷൽ ആൻഡ് മറൈറ്റൽ ഹിസ്റ്ററി. ഇത് നമ്മൾ നോക്കേണ്ടത് ആൾക്ക് ജീനോഗ്രാം ഉണ്ടോ, അതായത് ഫാമിലി ഓഫ് പ്രൊക്രിയേഷൻ, ഡീറ്റെയിൽസ് ഓഫ് സ്പൗസ് ആൻഡ് ചിൽഡ്രൻസ്, സ്പൗസ് ഉണ്ടെങ്കിൽ സ്പൗസിനെ ചിൽഡ്രൻസിനെ ഹിസ്റ്ററി എഴുതുക, ഇഫ് ദാറ്റ് പേഴ്സൺ ഇസ് മാരീഡ്. ഇനി എങ്ങനെയാണ് സെക്ഷലായിട്ടുള്ള കാര്യങ്ങളോടുള്ള താല്പര്യവും നമ്മൾ നോക്കുക. ദെൻ എത്ര നാളായി മാരേജ് കഴിഞ്ഞിട്ട്, എന്ത് തരത്തിലുള്ള ഒരു മാരേജ് ആയിരുന്നു, അതേ സ്വന്തമായിട്ട് തീരുമാനമെടുത്തതാണോ അതേ പാരൻസ് നമ്മളെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതാണോ എന്ന്. കാരണം ചിലപ്പം പാരൻസ് നമ്മളെ നിർബന്ധിച്ച് ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ മനസ്സിൽ ഒരു ഭയങ്കര ഇമ്പാക്റ്റ് ആവും. കാരണം ഓൾറെഡി ഒരാളുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നു, പെട്ടെന്ന് പാരൻസ് നമ്മളോട് വേറെ ഒരാളെ ചൂസ് ചെയ്യാൻ പറയുമ്പോഴത്തേക്കും അവിടെ പൊതുവേ ആളുകൾക്ക് വൺസ് അവരേറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചോയ്സിനെ മാറ്റിയിട്ട് മറ്റൊരാൾ നമ്മളിലേക്ക് ഇമ്പാർട്ട് ചെയ്യുന്ന ചോയ്സ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വരുമ്പോൾ അവിടെ ഒരു പ്രഷർ ഉണ്ടാകും, സ്ട്രെസ് ഉണ്ടാകും. ജീനോഗ്രാം
ടൈപ്പ് ഓഫ് മാരേജ് സെൽഫ് ചോയ്സ് ആണോ അത് അറേഞ്ച്ഡ് ബൈ പാരൻസ് ആണോ എന്ന്, ദെൻ ഡ്യൂറേഷൻ ഓഫ് മാരേജ് എത്ര നാളാണ് ഉണ്ടായിരുന്നത്, ദെൻ എന്താണ് ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, സെക്ഷൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടോ, നടക്കുന്നെങ്കിൽ അത് സാറ്റിസ്ഫൈഡ് ആണോ അതെ സാറ്റിസ്ഫാക്ടറി ആണോ എന്ന് നോക്കുക. ഇനി എന്തെങ്കിലും എക്സ്ട്രാ മെറൈറ്റൽ അഫെയേഴ്സ് ഉണ്ടോ, ചിലപ്പം സ്പൗസിന് ഒരു എക്സ്ട്രാ മെറൈറ്റൽ അഫെയേഴ്സ് ഉണ്ട് ആൻഡ് നമ്മൾ അത്രയും വിശ്വസിച്ചാണ് അവരെ നോക്കുന്നത്, പക്ഷെ അവർക്ക് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോഴത്തേക്കും മേ ബി ആളുകൾക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സഹിക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, അടുത്തയാണ് പ്രീ മോർബിഡ് റിലേഷൻ, ഒരു പേഴ്സണാലിറ്റി. ഇത് നമ്മൾ നോക്കുന്നത് പുതിയ ക്ലയൻസ് ഭയങ്കര എക്സ്ട്രോവേർട്ടാണോ അത് ഇൻട്രോവേർട്ടാണോ. ഇൻട്രോവേർട്ട് ഇൻ ദ സെൻസ് ഭയങ്കര ഒതുങ്ങി കൂടി അധികം സോഷ്യലൈസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർ. എക്സ്ട്രോവേർട്ട് എന്ന് പറയുന്ന എല്ലാ കാര്യത്തിലും ഞാൻ അങ്ങോട്ട് ചെയ്യാം, ഇപ്പോൾ സ്റ്റേജിൽ ഏതൊരു പരിപാടി വിളിച്ചാലും ഞാൻ സംസാരിക്കും എന്ന് പറയുന്നതാണ് എക്സ്ട്രോവേർട്ട്. പിന്നെ ഇൻട്രോവേർട്ട്. അടുത്തയാണ് ഫാമിലി ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്പ്. എങ്ങനെയാണ് ഫാമിലിയോടും അതേപോലെ തന്നെ സൊസൈറ്റിയോടുമുള്ളൊരു ബന്ധം. ചിലവർ നല്ല രീതിയിൽ അങ്ങ് കോപ്പറേറ്റ് ചെയ്ത് സംസാരിക്കും, ചിലർക്ക് എനിക്ക് എൻ്റെ ബന്ധുക്കളെ കാണാൻ താല്പര്യമില്ല എന്ന് സംസാരിക്കുന്നവരും ഉണ്ട്. അടുത്തയാണ് യൂസ് ഓഫ് ലെഷർ ടൈം. എന്താണ് ഫ്രീ ടൈം കിട്ടുമ്പോൾ സമയം ചിലവഴിക്കുന്നത്, വെറുതെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയോ, വെറുതെ ഫോണിൽ പബ്ജി കളിച്ചുകൊണ്ടിരിക്കുകയോ, ഗെയിമാണോ കളിക്കുന്നത്, ഇതെല്ലാം നമ്മൾ നോക്കുക. ആൻഡ് പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള മൂഡ്. ചിലവർ ഭയങ്കര പെസിമിസ്റ്റ് ആയിരിക്കും, ചിലവർ ഒപ്റ്റിമിസ്റ്റ് ആയിരിക്കും. മീൻസ് ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോഴത്തേക്കും നമുക്ക് ചെയ്യാമല്ലോ, സെറ്റാണ്. ചിലവർ പറയും PSC ഒക്കെ അല്ലേ, അതൊക്കെ കിട്ടാൻ പാടായിരിക്കും. മീൻസ് നന്നായിട്ട് പോസിറ്റീവായിട്ട് എടുക്കുന്നവരുണ്ട്, എന്ത് പറഞ്ഞാലും നെഗറ്റീവായിട്ട് പറയുന്ന ഓപ്പോസിറ്റ് പറയുന്നവരും ഉണ്ട്. അത് നോക്കുക. പിന്നെ സ്റ്റേബിളാണോ ഫ്ലക്ച്വേറ്റിംഗ് ആണോ, എപ്പോഴും ചിയർഫുള്ളായിട്ടാണോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഡെസ്പോണ്ടൻ്റ് ആണോ നോക്കുക. പിന്നെ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ വന്നു, നമുക്ക് നാളെ യൂണിവേഴ്സിറ്റി എക്സാമാണ് ആൻഡ് വരാതിരിക്കട്ടെ എങ്കിലും ഇപ്പം നമ്മൾ നാളെ പഠിച്ചുകൊണ്ട് പോയിരുന്നത് അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ് ആണ്, പക്ഷേ എക്സാം ഫാർമക്കോളജിയുടെ, അതും യൂണിവേഴ്സിറ്റി എക്സാം. തീർന്നില്ലേ? പക്ഷെ അങ്ങനെ വരും. നമ്മൾ പൊതുവേ എക്സാം മുമ്പ് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ഇന്ന എക്സാം ആണെന്നൊക്കെ ക്ലിയർ കട്ട് ചെയ്തിട്ടല്ലേ പോകുള്ളൂ. ഓക്കെ ഫൈൻ. സോ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് നോക്കുക, ഫാമിലി ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, ലെഷർ ടൈം ഫ്രീ ടൈം കിട്ടുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യുമോ നോക്കുക. പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള മൂഡ് എന്താണ്, ഒപ്റ്റിമിസ്റ്റ് ആണോ പെസിമിസ്റ്റ് ആണോ, ഭയങ്കരമായിട്ട് ചിയർഫുൾ ആണോ ഡെസ്പോണ്ടൻ്റ് ആണോ എന്നെല്ലാം നോക്കുക. ദെൻ എങ്ങനെയാണ് എന്നോടുള്ളത് എൻ്റെ ആറ്റിറ്റ്യൂഡ് ഓഫ് സെൽഫ് ആൻഡ് അതേഴ്സ്. അതായത് എൻ്റെ കഴിവുകളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സെൽഫ് പ്രോപ്പറായിട്ട് ഞാൻ കൃത്യമായിട്ട് അസസ് ചെയ്യുകയും ഞാൻ എൻ്റെ ഒരു മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിൻ ചെയ്യുകയോ ചെയ്യുന്നത്. സെൽഫ് അപ്രൈസൽ നോക്കുക. എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സ് ഞാൻ നേടിയിട്ടുണ്ടെങ്കിൽ അത്, ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിൽ അത് എഴുതുക. ദെൻ ആറ്റിറ്റ്യൂഡ് ഓഫ് വർക്ക് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഇനി റിലീജിയസ് ബിലീഫ്, ഞാൻ ദൈവവിശ്വാസിയാണോ, അതിൽ നല്ല രീതിയിലാണ്. ഇപ്പം ചിലവർ റിലീജിയസിലൂടെ നല്ല ചിന്തകൾ കൊണ്ടുവരും, അങ്ങനെ അത്. പിന്നെ ഫാൻറ്റസി ലൈഫ്, ഡേ ഡ്രീമിങ് ചെയ്യുന്നവരാണോ. ഇപ്പം ചിലവർ ഡേ ഡ്രീം ചെയ്യും, പ്രത്യേകിച്ച് ഗേൾസ് ആണെങ്കിൽ തൻ്റെ ഹസ്ബൻഡ് ഒരു രാജകുമാരനായിരിക്കും, രാജകുമാരൻ വന്ന് നമുക്ക് പട്ടും വളയും തരും, പിന്നെ നമ്മൾ വീട്ടിൽ സുഖിച്ചിരിക്കാം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അവർ ഡേ ഡ്രീം ചെയ്തുകൊണ്ടേ ഇരിക്കുകയുള്ളൂ. അവനവൻ പഠിച്ച് പരീക്ഷ എഴുതിയാൽ അവനവന് കൊള്ളാം, അത്രേ ഉള്ളൂ. പിന്നെ ഹാബിറ്റ്സ് എന്താണെന്ന് നമ്മൾ നോക്കും. ഈറ്റിംഗ് ഹാബിറ്റ്സ്, ഒരുപാട് ഫുഡ് കഴിക്കുന്നവരാണ്, നോർമലാണോ റെഗുലർ ആണോ ഇറഗുലർ ആണോ നോക്കും. പിന്നെ നമ്മുടെ എലിമിനേഷൻ എങ്ങനെയാണ്, റെഗുലർ ആണോ ഇറഗുലർ ആണോ. സ്ലീപ്പ് പാറ്റേൺ, ചിലർ ഭയങ്കര ഇൻസോംനിയ ഉള്ളവരായിരിക്കാം, ഉറങ്ങുന്നേ ഇല്ല, അവർക്ക് ഉറക്കം വരുന്നില്ല, അത് നമ്മൾ നോക്കുക, റെഗുലർ ആണോ ഇറഗുലർ ആണോ എന്ന്. പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഡ്രഗ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന്, അതായത് ആൽക്കഹോൾ ആണെങ്കിലും ബാക്കിയുള്ള സബ്സ്റ്റൻസ് എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ നോക്കുക. ഇത്രയും കാര്യമാണ് എവിടെ വരുന്നത്, നമ്മുടെ പേഴ്സണൽ ഹിസ്റ്ററിക്കകത്ത് വരുന്നത്. സോ ഫാമിലി ഹിസ്റ്ററി കഴിഞ്ഞിട്ട് നമ്മൾ മൂവ് ഓൺ ചെയ്യുന്നത് ഇങ്ങോട്ടായിരുന്നു, പേഴ്സണൽ ഹിസ്റ്ററി. അതിനകത്ത് ആദ്യം നമ്മൾ പറഞ്ഞത് പെരിനേറ്റൽ പീരീഡിൻ്റെ സമയത്താണ്, അമ്മ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് അമ്മയിൽ നിന്ന് കുഞ്ഞു വന്നു. അപ്പോൾ ഏതായിരുന്നു ചൈൽഡ്ഹുഡ് ഹിസ്റ്ററി നോക്കുക. പിന്നെ നമ്മൾ എങ്ങോട്ട് പോയി, സ്കൂളിലെ എഡ്യൂക്കേഷൻ. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ നന്നായിട്ട് കളിക്കും, ആസ്വദിച്ച് കളിക്കും, പ്ലേ പറയുക. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും പ്ലേ ഒക്കെ നടന്നു,
കളിച്ചു, നമ്മൾ വളർന്നു. നമുക്കപ്പോൾ മാരേജ് ആൻഡ് റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറയാം. പിന്നെ പറയാം പ്യൂബേർട്ടി പറയാം. പിന്നെ ഒബ്സ്ട്രിക്സ് മീൻസ് ഒന്ന് പ്രഗ്നൻ്റ് ആയി, പിന്നെ ജോലിക്ക് കയറാൻ തീരുമാനിച്ചു, ഒക്യുപ്പേഷൻ, ബാക്കിയുള്ള സോഷ്യൽ റിലേഷൻഷിപ്പ് എന്താണെന്ന്. ദെൻ അപ്പം സെക്ഷൽ വെറൈറ്റീസ് നമുക്ക് നേരത്തെ പറയാം കഥയിൽ. പിന്നെ പ്രീമോർബിൾ പേഴ്സണാലിറ്റി, ഭയങ്കര ഇൻട്രോവേർട്ടാണോ എക്സ്ട്രോവേർട്ടാണോ, ആ കാര്യങ്ങളെല്ലാം. സോ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ പഠിച്ചത്. ഓൾമോസ്റ്റ് ക്ലിയർ ആണെന്നുള്ളത്. സോ വിത്ത് ഓൾ ഇറ്റ്സ് ഫാർ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇപ്പം നമ്മൾ പഠിച്ചത് എങ്ങനെയാണ് മെൻ്റൽ സ്റ്റാറ്റസിൻ്റെ ഹിസ്റ്ററി കളക്ട് ചെയ്യണമെന്ന്. അടുത്ത നമുക്ക് നമ്മുടെ എക്സാമിനേഷനുമായിട്ട് വരാം. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ടാറ്റാ.